ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC ഡിഗ്രി പ്രിലിംസ് രണ്ടാം ഘട്ടം മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇനി വരുന്ന എക്സാമുകളിലും PSC ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശുപാർശ, ശിപാർശ, ശിവാർശ, ശിവാർശി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശിപാർശ. ശിപാർശ. അടുത്ത ചോദ്യം, ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. സന്തോഷവാനായിരിക്കുക, കുപിതനായിരിക്കുക, വിഷണ്ണനായിരിക്കുക, സംശയാലുവായിരിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വിഷണ്ണനായിരിക്കുക. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം വിഷണ്ണനായിരിക്കുക. വിഷണ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിഷാദമുള്ളവൻ അല്ലെങ്കിൽ ദുഃഖിതൻ എന്നാണ്. വിഷണ്ണൻ, ദുഃഖിതൻ, വിഷാദമുള്ളവൻ. വിഷണ്ണൻ, ദുഃഖിതൻ, വിഷാദമുള്ളവൻ. ഇതും കൂടെ ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത ചോദ്യം, സർവം ആത്മാവായി കരുതുന്നവൻ. ആത്മഗ്രാഹി, ആത്മപ്രഭവൻ, ആത്മഘാതി, ആത്മയാജി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. ഇത് മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനി വരുന്ന PSC എക്സാമുകളിൽ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം എല്ലാവരും. ഓക്കെ, അടുത്ത ചോദ്യം, മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ, ഗൗണം. മുഖ്യം, ഗൗണം. ബാക്കിയുള്ളതിൻ്റെ കൂടെ വിപരീത പദങ്ങൾ ഒന്ന് പറയാം. വർജ്യം, 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 ത്യാജ്യം. അതുപോലെ വർജ്യത്തിന് വേറൊരു വിപരീത പദവും കൂടി ഉണ്ട്, വർജ്യം, സ്വീകാര്യം. വർജ്യത്തിൻ്റെ രണ്ട് വിപരീത പദങ്ങളാണ് വർജ്യം, ത്യാജ്യം, വർജ്യം, സ്വീകാര്യം. അത് രണ്ടും ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇനി അടുത്തത് ഗർഹ്യം. ഗർഹ്യം വിപരീത പദം ശ്ലാഘ്യം. ഗർഹ്യം, ശ്ലാഘ്യം. ഋതം. ഋതം വിപരീത പദം അനൃതം. ഋതം, അനൃതം. ഋതം ഈയിടെ റീസെൻ്റ്ലി നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. ഋതം വിപരീത പദം അനൃതം. അടുത്ത ചോദ്യം, ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും
പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. അടുത്ത ചോദ്യം, തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ വാക്യം. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് തെറ്റാണ്. ഏകദേശം 300ഓളം ഇങ്ങനെ പറയില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യങ്ങളാണ് ഏകദേശം 300 പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 300 പേർ ഇങ്ങനെയാണ് പറയുന്നത്. 300ഓളം പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതും ശരിയാണ്. 300 പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതും ശരിയായ വാക്യമാണ്. അടുത്ത ചോദ്യം, പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. ഓപ്ഷൻ സി വിലേശയം. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം വിലേശയം. പാമ്പിൻ്റെ പര്യായ പദങ്ങളാണ് വിലേശയം, സർപ്പം, അഹി, ഫണി, ഉരകം. ഇതും കൂടെ ഓർത്ത് വെച്ചോണം. പാമ്പിൻ്റെ പര്യായ പദങ്ങളാണ് വിലേശയം, സർപ്പം, അഹി, ഫണി, ഉരകം. അടുത്ത ചോദ്യം, വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വെള് പ്ലസ് മാ. വെള് പ്ലസ് മാ വെണ്മ. അടുത്ത ചോദ്യം, വാരണവ്യാള ഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം. ഓപ്ഷൻ സി കരടി. ഭല്ലൂകം, കരടി. ഭല്ലൂകം, കരടി. വ്യാളം. വ്യാളം എന്ന് വച്ചാൽ അർത്ഥം കടുവ എന്നാണ്. കടുവയുടെ പര്യായപദങ്ങളും അർത്ഥമൊക്കെ PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കടുവ, കടുവ. വ്യാളം, വ്യാഘ്രം, ശാർദൂലം. കടുവയുടെ പര്യായപദങ്ങളാണ് വ്യാളം, വ്യാഘ്രം, ശാർദൂലം. അവസാനത്തെ ചോദ്യം, ദിക് പ്ലസ് നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദിങ്നാഗൻ. ദിക് പ്ലസ് നാഗൻ, ദിങ്നാഗൻ. ങ് ആണ് വരുന്നത്. ങ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്